ഞാൻ ഫോട്ടോ ആര് നിക്കണ ആര് ആര് മലയിട്ടിട്ടുണ്ട് മലയിട്ടിട്ടുണ്ട് ടോപ്പ്. ഹലോ ഗൈസ്, ഞാൻ എത്രയോ നാളുകളായി ഞാൻ പറയുന്നു, എത്ര ജന്മമായി തേടുന്നു ഞാൻ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. പോയി എടുത്തില്ല, പോയി അതും കൊണ്ടുതാ പോയി. ഇതൊരു സ്വഭാവം അല്ലേ? അഴുക്ക നമ്മളെ കണക്കല്ലല്ലേ? നിങ്ങള് പാവണ നമ്മൾക്ക് എത്ര നേരം കൊണ്ട് നിങ്ങളൊന്ന് കെഞ്ചണൊരു അല്ലെങ്കിൽ ഇത്തിരി എടുത്തതാണ്, ആ ബാക്കിയും കൂടെ എടുത്തുകൂടെ? അല്ലെങ്കിൽ നമ്മളെ ഫോട്ടോ കാണിച്ച് ബാക്കിയും കൂടെ എടുത്തുകൂടെ? നിങ്ങളിപ്പോ നിങ്ങളെ പാട്ടിന് പോയി പോട്ടെ, ഇനിയിപ്പൊ എന്ത് ചെയ്യാ ഞാൻ എന്തിന് കിടന്ന് കെഞ്ചണം? അത് തന്നെ നമുക്ക് എന്തല്ലേ എത്രയും നാണം കിട്ടിയിടാക്കണം നമ്മള്. ഓ വേണമെങ്കിൽ എടുത്താ മതി, അല്ലെങ്കിൽ എന്തോന്ന് മൂട്ടി കൊടുക്കട്ടു, അല്ലെങ്കിൽ എന്തോന്ന് ഇത്രയും സങ്കടത്തോടെ നിങ്ങൾ പറഞ്ഞില്ലേ ഒന്ന് ഫോട്ടോ എടുക്കാൻ. എത്ര ദിവസമായി ഒന്ന് ഫോട്ടോ എടുത്തിട്ട്? ഉച്ചയ്ക്ക് മഴയത്തെടുത്താ തെളിയൂലെന്ന്. മഴയത്തെടുത്ത തെളിയില്ലേ, മഷിയില്ലേ? പണ്ട് പാനയുടെ ട്യൂബ് ഊരുമ്പോഴത്തേക്കും ചീത്ത പറയില്ല അമ്മ. അമ്മയെന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായിട്ടാണ് വരുന്നത്. നിങ്ങൾ ചിരിക്കണ്ട, നമ്മൾ ചിരിച്ചു കൊടുക്കണോണ്ടാണ് പ്രശ്നം. നമ്മൾ ഇത്തിരി ചിരിച്ച് മയങ്ങിയൊക്കെ പറയണോണ്ടാണ് ഈ പ്രശ്നം വരണത്. അല്ലെങ്കിൽ ഒരു വാക്ക് എത്ര ദിവസം കൊണ്ട് നിങ്ങൾ കേഴണം ഒരു ഫോട്ടോയ്ക്ക്? എത്ര പേര് നിങ്ങളെ കാണാതിരിക്കണല്ലേ? പ്രധാനമന്ത്രിയെ കാണാതിരിക്കും. തീർന്ന ബാറ്ററി ഓഫ് ആയ ഒന്നുകൂടെ ചോദിച്ചാൽ ക്രിക്കറ്റ് കളിക്കണ്ടേ? അടുത്തത് ഇവിടെ അന്താരാഷ്ട്ര പ്രശ്നം നടക്കുമ്പോഴാണ് ബോളില്ലെന്ന് പറഞ്ഞു ചോരടാ. ക്രിക്കറ്റ് പുറത്തേക്കാൻ നല്ലത്. ഞാൻ കളിക്കല്ല. അതെന്ത്? നീ ആ അടിച്ച കാലവരെ കൊച്ചങ്ങ അവരെ കാലി കൊണ്ടതിനാണ് ഇങ്ങനെ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. ഞാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങള് സ്നേഹത്തോടെ പറയാത്തോണ്ടായിരിക്കും ചിലപ്പോ അവര് അങ്ങനെ ഫോട്ടോ എടുക്കാത്ത. ഞാൻ പറയണ നിങ്ങൾ മോനെ ഫോട്ടോ ഇടുന്ന സ്നേഹത്തോടെ പറ. നിങ്ങള് മോനെ മക്കളെ എന്നൊക്കെ പറ, അപ്പൊ അവരെടുക്കും. നിങ്ങൾ അങ്ങനെയല്ല, മോനെ മക്കളെ എന്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞു നോക്ക്, ചിലപ്പോ എടുക്കും. മക്കളെ 500 പറഞ്ഞതുപോലെ മോനെ ഞാൻ പ്രസവിച്ച ഒരു ഫോട്ടോ എടുക്കാൻ ശോഭന തികക്കണ ത്യാഗം. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ ഫോട്ടോ എടുത്തിട്ട് എന്ത് ഉപയോഗം? ഫോട്ടോ ഇട്. അമ്മ നിങ്ങൾ ഇങ്ങനെ പോടാന്നൊന്നും പറഞ്ഞാലൊന്നും കേൾക്കൂല. ഞാൻ പെറ്റ എന്റെ മോനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ.
ഫോട്ടോ എടുക്കടാ. ഇല്ല പറ്റൂല. അങ്ങനെ പറഞ്ഞാ പറ്റൂല. മക്കളെ ഒരു ഫോട്ടോ എടു. ഞാൻ പെറ്റ മോനേന്ന് പറ. ഞാൻ പെറ്റ മോനേന്ന് പറ. ഞാൻ പറയും അത് അത് കടുപ്പ്. നിങ്ങൾ വെട്ടി അല്ല. അപ്പൊ നിങ്ങൾ എന്റെ മോനില്ലേ. അപ്പൊ പിന്നെ പറ ഞാൻ പെറ്റ മോനേന്ന് പറ. ഞാൻ പറ്റ മോനെ എന്റെ മോനോട്ടാണ്. നിങ്ങൾ എന്നോട് പറയാൻ പറ്റൂലെന്നല്ലേ പറഞ്ഞു. പോട്ടാട് ഇല്ല മോനെ പോട്ട്. ഫോട്ടോ എടുക്കാനോ? എന്തിനു ഫോട്ടോ എടുക്കും? മക്കളെ ഫോട്ടോ ഇടാന്ന് പറ. മക്കളെ എടി ഇല്ല. നിങ്ങൾ ഇടയ്ക്ക് പറഞ്ഞിട്ട് ഞാൻ പെട്ടതല്ലെന്ന് പറഞ്ഞു. ഇതടി ഇയാളാ ഞാൻ പെറ്റതല്ല ഇതിനെ. എന്തിനാ അവരെ നീറ് കടിക്കട്ടെ. അത് തന്നെ. എന്തിനാ കടിക്കാൻ? നീറൊക്കെ കടിച്ച അവരറിയോ? കൊതു ഇങ്ങനെ മുച്ചനാണ്. അത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. കൈ അനക്കൂല. ഒന്നുമില്ലേ. ചക്കയൊന്നും വിളഞ്ഞില്ലല്ലേ. ചക്കയൊന്നും വിളഞ്ഞില്ല. ഈ ഉച്ചക്ക് എനിക്ക് ചക്ക വെക്കാനും വയ്യ. ഇനി അഥവാ വിളഞ്ഞാലും ഞാൻ വെക്കുകയും ഇല്ല. വിളഞ്ഞ് നിപ്പോണ്ട് നാളെ എങ്ങനെ പറിക്കാം. നിങ്ങൾ പോയാണി ഞാൻ പോണം എന്റെ പാട്ടിന്. നിങ്ങൾ അമ്മയും മോനും കൂടെ സ്നേഹ പ്രകടനം കാണിച്ചോണ്ടിരിക്കും. എന്നാലും ഒന്ന് ഫോട്ടോ എടുത്തൂടെ അല്ലേ? പൊന്നു മോനെ ചക്കര മോനെ ഫോട്ടോ ഇടാന്ന് പറ. കൊഞ്ഞണം കുത്തിയാണ്. കൊഞ്ഞണം കുത്തിയാണ്. കൊഞ്ഞണം കുത്തിയാണ്. നോക്കട്ട് കാണാൻ. ഇപ്പൊ നമുക്ക് ഒരു കൊഞ്ഞണം കുത്തി കൊടുക്കാം. ഞങ്ങനെ ഫോട്ടോ എടുത്താലേ. വാ വാ നീ ഫോട്ടോ അടുത്ത് വന്ന് എടുക്കണം. ഒരു കൊഞ്ഞണം കുത്തി കൊടുക്കും. ഞാൻ ഫോട്ടോ എടുത്താലേ. കുത്തു കുത്തു കുത്തു. ആ ഞാൻ എന്തും കാണിക്കും സുധീഷ്. ഞാൻ എന്തും കാണിക്കും. ഒരു ഫോട്ടോ എടുക്കും സുധീഷ്. ക്യാമറ ഫുള്ള് കുഞ്ഞിന്റെ മഴ വെള്ളം വീണ് ഫിലിം മഷിയെല്ലാം ഇങ്ങനെ ഇതായി. എന്റെ തല ഒന്നാലും ഫോട്ടോ എടുത്തില്ല. ഇനി വീഡിയോ ഫോട്ടോ പരിപാടി ഫോട്ടോ പരിപാടി അവിടെ പോയി ഇരുന്നോളി. വന്ന് ദുരന്തം വന്നു. ഫോട്ടോ എടുക്കൂലെന്നാണ് പറയണേ. ഇനി അപ്പൊ പിന്നെ എന്ത് അച്ഛമ്മ? എന്ത് ചെയ്യും മല്ലയ്യ? അറിയും നമ്മളിത് എന്ത് ചെയ്യും മല്ലയ്യ? അപ്പൊ നമ്മളെ ഇനി എങ്ങനെ അറിയും? നീ ഫോട്ടോ എടുക്കാതിരുന്നാൽ ഒരു കാര്യം ചെയ്യാം. അച്ഛാമ്മ അച്ഛൻ്റെ അടുത്ത് പറ എനിക്കൊരു ഫോൺ വാങ്ങി. ആ അത് ശരിയാണ്. നിങ്ങൾക്കൊരു ഫോൺ വാങ്ങി തരാൻ പറ. നമുക്ക് അങ്ങനെ ഫോൺ കാണിച്ചാ ഫോട്ടോ എടുക്കാം. നിങ്ങൾ എങ്ങനെ എടുക്കും? ഹലോ എനിക്കറിഞ്ഞൂടാ. സർവത്ര സമയം ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത് കാഴ്ച ബംഗ്ലാവ്. എനിക്കറിഞ്ഞൂടാ. അതാണ് വിഷയം. അച്ഛാമ്മ എനിക്കൊരെണ്ണം വാങ്ങിച്ചു തരാൻ പറഞ്ഞ അച്ഛാമ്മയുടെ ഫോട്ടോ എടുത്തരാം. അങ്ങനെ ഇപ്പൊ ആ പോസ്റ്റ് കയറി അപ്പി ഗോൾ അടിക്കണ്ട. പോയി എന്തേലും ബോളില്ല. നിങ്ങൾക്ക് പോയാണ് എനിക്ക് ഫോട്ടോ എടുക്കാം. ഓ എനിക്ക് ജോലിയുണ്ട്. ഞാൻ പോണു. എടുക്കൂലല്ലേ? ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഭയങ്കര നിരാശയാണോ? ഫോട്ടോ എടുത്തില്ലെങ്കിൽ നിരാശയാണോ നിങ്ങളുടെ പ്രശ്നം? ഞാൻ മീനിറക്കാൻ പോണു. പണ്ടായിരുന്നെങ്കിൽ ഞാൻ മീനിറക്കാൻ പോകുമ്പോ ബക്കറ്റിൽ വെള്ളം എടുത്ത് ഇവിടെ ആരൊക്കെ കൊണ്ട് വയ്ക്കുമായിരുന്നു. ഇപ്പൊ ആരും അങ്ങനെ ചെയ്യണില്ല. എനിക്ക് ആരുമില്ല. ഞാൻ എന്നും ഏകാംഗയാണ്. മീനിറക്കാൻ നേരത്ത് ബക്കറ്റിൽ വെള്ളം ആരും വെക്കുന്നില്ല. കേട്ട ഭാവുണ്ടാ നിൽക്കുന്നു. നീ അവിടെ ഞാൻ ഇരുന്നാലേ ബക്കറ്റിൽ വെള്ളം വരുവോളാ? ആ കൊണ്ടുവരി. അയ്യോ 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 നിലാവത്ത് വെച്ചിട്ട് കോഴിയെ പോലെ പുണുകയാണ്. കുഞ്ഞാ ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. കുഞ്ഞി എല്ലാരും ചോദിക്കണ കുഞ്ഞി എവിടെയെന്ന്. എത്രയോ പേര് ചോദിച്ചെന്നറിയോ കുഞ്ഞി എവിടെയെന്ന്.
ട്രാൻസ്പോർട്ട്. ആർക്കെങ്കിലും കയറണമെങ്കിൽ 500 രൂപ അയച്ചിട്ട് കയറാം. ഇവളൊന്ന് അവിടെ സ്റ്റേഷൻ വരെ ആക്കി തരാം. വെറും 500 രൂപ. പറ കുഞ്ഞി. ഹലോ ഗായ്സ്. ബെസ്റ്റ്. അയ്യോ നമ്മള് അതൊന്ന് വിറ്റിയാട്ട് അതൊന്ന് അവിടെ മണ്ണ് അതൊന്ന് ഒന്ന് എടുത്ത് ചെടി വയ്ക്കാൻ അപ്പൊ വെള്ളം വയ്ക്കാൻ വേണ്ടി അവളെ കയ്യിൽ ചട്ടുവാണ് ഇരിക്കുന്നത്. അത് മാറി തലയിൽ അടിച്ചു തരും. അവസാനം നീ അങ്ങോട്ടും ഇങ്ങോട്ടോ പോ. ചുമ്മാരി കുഞ്ഞി അടിക്കല്ലേ ചേട്ടനാണ്. നന്ദാ വിട് നന്ദാ, അവളെ പിടി വിട്. ചേട്ടന്റെ ബൈക്കിന്റെ പുറകെ കയറ്. കൃഷ്ണ ഇരിക്കാൻ വയ്യേ. അത് കപ്പെടുത്തില്ലല്ലോ. അമ്മ ആ കുട്ടീനെ ബാക്ക് വെച്ച് 3 പ്രാവശ്യം കണ്ടു. കുഞ്ഞിനെ ബാക്കിൽ വെച്ചിട്ട് 3 പ്രാവശ്യം കണ്ടു. അവളെ സമയം നല്ലതായോണ്ട് ഫ്രണ്ട് ചവിട്ടി. നീ എവന്റെ മുന്നിൽ ഇരുന്ന് നീ എടുത്ത് ഇരിഞ്ഞു കൊടുത്തോ പരീക്ഷണം. എന്റെ പൊന്നു മക്കളെ, ഞാൻ നേരം വെളുത്ത് 10 ആളെ ജോലിയാണ് ഈ പറമ്പ് മുഴുവൻ വൃത്തിയാക്കിയത്. നീ ഇങ്ങനെ പുഴുതും പറിച്ചുകൂടെ കൊണ്ടിട്ടല്ലേ എനിക്ക് വയ്യ ഇനി തൂക്കാൻ. ഇങ്ങോട്ട് തിരിഞ്ഞാണ് എന്തിനാ കുറുക്കിലിരിക്കണം. തിരിഞ്ഞാണ് എന്തൊരു നെയ്യുറുമ്പണം തോന്നും. ഉറുമ്പുറുമ്പ് പോയി ഞാൻ തട്ടിക്കളഞ്ഞു പോയി. അമ്മ എന്റെ കൂടെ ഫുട്ബോൾ കളിക്കും. ഞാൻ മക്കളൊരു കാര്യം ചെയ്ത് മീനൊക്കെ കട്ടി പറയണില്ല. അത് കണ്ട കൊച്ചിനറിയാം, അമ്മയ്ക്ക് ക്ഷമയും ഇല്ല. ബ്ലഡ് അമ്മ ഇത്രയും മീനെന്ന് പറഞ്ഞാല് 2 ദിവസത്തേക്ക് കണക്കാക്കി മീൻ വാങ്ങിക്കും. 2 ദിവസത്തേക്കാ. കാര്യം നാളത്തേക്കും മറ്റന്നാളേക്കും അതിനപ്പുറം ഇരുന്ന മീൻ കരിവാടിന്റെ ചെവ വരും. 2 ദിവസത്തേക്കാണ്ട് കറി വെക്കാനും പൊരിക്കാനും വാങ്ങിച്ചത്. മക്കള് മാറുന്നില്ല മക്കളെ അങ്ങോട്ട്. ഇതെന്തൊരു മീനമ്മ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സാർക്കൊന്നുമല്ല, കളിമീന്. ഓ കളിമീൻ വേണ്ട, കളിമീൻ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ഓ മൈ ഗോഡ്. അത് തൊട്ടാ അമ്മീന്ന് പോയാണ് നീറ്റൊക്കെ പാട്ടിന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ കളിമീൻ. എന്നാര് പറഞ്ഞ? അതല്ലേ എപ്പോഴും നീ നാളെ ഒരു നവരയാണെന്ന്. അവസരവാദി. കളിമീൻ. അപ്പൊ ഒക്ടോപ്പസ്. എന്റെ പൊന്നോ, നീ ശോഭനയുടെ ചെറുകുട്ടി തന്നെ. ഇഷ്ടമല്ലെന്ന് പണ്ട് എന്തിനൊക്കെ മീനമ്മ നിങ്ങൾക്ക് കിട്ടണത്? നിങ്ങൾ രണ്ടുപേരും കൂടെ കളിക്കാൻ പോയാണ്. മീൻ അടക്കണം നമ്മള് കാണുന്നു. ഇല്ലെങ്കിൽ പിന്നെ അലക്കാതെ മിണ്ടായി അച്ഛമ്മ. 5 രൂപയ്ക്ക് മീൻ കിട്ടുമോ? നിങ്ങൾ എത്ര രൂപയ്ക്കമ്മ പണ്ട് മീൻ വാങ്ങിക്കണത്? 5 രൂപയ്ക്ക് അമ്മേന്റെ വാങ്ങിക്കാണ്. അപ്പൊ 1000 രൂപ കൊണ്ടുപോയാലോ? എടാ അന്നൊന്നും 1000 രൂപ ആരുടെയും കയ്യിലില്ലടാ. അന്നൊക്കെ 1000 രൂപ ഉള്ളവർ കോടീശ്വരന്മാരാണ്. 100 രൂപ ഉള്ളവരാ? 100 രൂപയൊക്കെ അന്ന് ഭയങ്കര. അന്ന് ഇപ്പൊ എന്റെ വീട്ടില് 100 രൂപയാണ് അച്ഛന് പെൻഷൻ കിട്ടുമ്പോഴാണ്. വാ, അല്ലാതെ നമ്മളൊന്നും 100 രൂപയൊന്നും കണ്ടിട്ടില്ല. 50 രൂപ കൊണ്ടുപോയാ ഒരുപാട് സാധനം വാങ്ങിക്കാൻ പറ്റും പണ്ട്. അമ്മ നിന്റെയൊക്കെ പ്രായത്തിലാണെന്ന് തോന്നുന്നു 5 രൂപയ്ക്ക് 2 ചൂര വാങ്ങിച്ചു തരുന്നു. അല്ല ബാക്കി നീ എന്തിനാ ഇവിടെ നിക്കണം? നീ ഇവിടെ ബാക്കി ഇരി, ചേട്ടന്റെ സൈക്കിളിൽ കയറി. 5 രൂപയ്ക്ക് ഇപ്പൊ കൊറേ സാധനം കിട്ടും. പറഞ്ഞു കൊടുക്ക് കൊച്ചിന്, അവന്റെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്ക്. ഇന്ന് 1000 രൂപ കൊണ്ടുപോയാ അത് മീൻ വാങ്ങിക്കാൻ 1000 രൂപ കൊണ്ടുപോകൂല. പിന്നെ എത്ര രൂപ ഉണ്ടോ നിങ്ങള്? അച്ഛൻ കൊടുക്കണേരെ കൊണ്ടുപോകാം തന്നെ. അച്ഛനെ അമ്മേനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. പതുക്കെ സംസാരിച്ച് എല്ലാവർക്കും കേക്കാം. അമ്മേനെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. ഞാനേ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് സ്വപ്നത്തിലാണ്. ഞാൻ അമ്മയുടെ അമ്മയെ സ്വപ്നം കാണും കേട്ടാ. ഞാൻ ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്നേ വരെ. ഞാൻ നിങ്ങൾ അമ്മയെ
ഞാൻ നിങ്ങളെ അമ്മയെ സ്വപ്നം കാണും. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ഞാൻ പറഞ്ഞു കൊടുത്ത ഏകദേശം ഊഹം വെച്ചിട്ട് ചേട്ടനാണ് പറഞ്ഞത് ഇത് അമ്മാമ്മയാണ് നീ കാണുന്നതെന്ന്. കാര്യം ചോറ് തെറിച്ചു ഇത് എത്ര രൂപ ചോദിച്ചാ ഈ മീന്? അത് 200 രൂപ. ചൂരയോ? 200 രൂപയോ? ഓ മറ്റേ 100 വീതം. അമ്മ ഇന്നലെ ഒരു സംഭവം നടന്നു. വേറെ ഒന്നും ഇല്ലേ? മീനുണ്ട് ഭയങ്കര വില ഇപ്പം. അത് ട്രോളിംഗ് ആയി ആവാൻ പോണു. നാളെ തൊട്ട്. അമ്മ ഇന്നലെ ഒരു പിള്ളേര് മാറിയില്ലേ ദേഹത്ത്? കുഴപ്പമില്ല. ഇന്നലെ ഒരു മാജിക് സംഭവിച്ചമ്മ. ഒരു കട്ട പോലെ എന്തെങ്കിലും വെച്ചിട്ട് അതിന്റെ പുറത്ത് വെച്ച് വെട്ടണം. എനിക്കതൊന്നും പറ്റൂല, എനിക്കതൊന്നും വാക്കില്ല. ഇന്നലെ രാത്രിയെ ഞാനും അച്ഛനും കൂടെ വെളിയിൽ കറങ്ങാൻ പോയില്ലേ, കൂടെ വായില്ലേ. അപ്പം എനിക്കൊരു ഡൗട്ട്. എന്തിനാ പേര് പറയണ്ട, മൂണ് ഇല്ലാത്ത രാത്രി എന്തൊരു പേര് കറുത്ത വാവ. ആ കറുത്ത വാവും വെളുത്ത വാവും എന്താണെന്ന് ഞാൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞ പറഞ്ഞു എന്താണ് ഇന്നലെ രാത്രി സ്വപ്നം കണ്ട് കറുത്ത വാവില് ചന്ദ്രൻ കാണൂലെന്ന് പറഞ്ഞു തന്നു, വെളുത്ത വാവില് മുള്ളു ചന്ദ്രനായിരിക്കും എന്നും പറഞ്ഞു തന്നേ. അന്ന് ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടതാണ് കറുത്ത. നമ്മളൊരു വീട്ടില് പ്രമോഷന് പോയപ്പോ അവിടെ കറുത്ത വാവായിരുന്നു. അതിനിപ്പോ അമ്മ പ്രൊമോഷൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്ത് അമ്മയ്ക്ക് ഇപ്പം ചെയ്യുന്നതിനോട് ഒത്തിരി താല്പര്യക്കേട് വന്നു, അതമ്മ ഇപ്പൊ ചെയ്യണില്ല. പൂച്ചയുടെ അടുത്താ? അമ്മക്ക് പൂച്ച ഇല്ലല്ലോ. അമ്മ അത് 2 ദിവസത്തേക്ക് കണക്കാക്കി വാങ്ങിച്ചത്. പിന്നെ നിങ്ങൾക്കൊക്കെ പൊരിക്കണം കൂടെ വേണമല്ലോ, അതുകൊണ്ടാണ് ഒരു മീന് അഡീഷണൽ വാങ്ങിച്ചത്. 2 ദിവസത്തേക്ക് കറി വെക്കാനും 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്കും കൂടെ പൊരിക്കാനും. ഇത് ചൂര. ഇതാര്? പൊരിക്കാനും വായിക്കാനും എന്തിനു വെച്ചേക്കുന്നാ? എന്തിനാ മനി മനസ്സിലായില്ല. ഓ എങ്ങനെ വച്ചിരിക്കുന്ന? ഫ്രിഡ്ജിൽ വെച്ചിരിക്കും അമ്മ, ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഏപ്രിൽ അല്ല, ഇത് മെയ് ജൂണായി. ഫ്രിഡ്ജ് ഉണ്ട്. മീനാറ്റെ നാറണമെങ്കിൽ നിങ്ങൾ മാറിപ്പോ, നിങ്ങൾ കളിക്കാൻ പോ, പ്രശ്നം തീർന്നില്ലേ? മീനിന്റെ ഇടയിൽ വന്ന് നിക്കുകയും ചെയ്യും, മീനിന് നാറുകയും ചെയ്യുമെന്ന്. നിങ്ങൾക്ക് നാറുന്നുണ്ടോ ശോഭനെ? എനിക്ക് നാറുന്നില്ല. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാണ് കേക്കട്ടമ്മ. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാണ് ഫ്രിഡ്ജ് എന്ന് പറ. ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തോണ്ട ആ നിങ്ങൾ നോക്കുമ്പോ ആ ചുമരി ചേർന്നിരിക്കണില്ലേ, അതാണ് ഫ്രിഡ്ജ്. ഓ അതില് വെക്കും. ചെമരി ചേർത്ത് വെച്ചിരിക്കുന്ന പെട്ടി എന്ന് പറഞ്ഞാലേ മനസ്സിലാവും. ആ ശരിയാണ്, ആ ചുമരി ചേർത്ത് വെച്ചിരിക്കുന്ന പെട്ടി കേട്ടാ, അതാണ് ഫ്രിഡ്ജ് കേട്ടാ. പേരാണ് ചൂര. പാമ്പാണ്. ഓ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഒരുപാട് ദിവസം ഇരിക്കും, പക്ഷെ നമ്മൾ ഒരുപാട് ദിവസം വെക്കൂല. ഞാൻ 2 ദിവസം വെച്ചിട്ടെടുക്കും. പിന്നെ ചിലവര് ഒരുപാട് ദിവസം വെച്ചിരിക്കും. പിന്നെ ചിലവര് കറിയൊക്കെ വെച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കും. ഇല്ലമ്മ, അത് ചളിക്കാതിരിക്കുന്ന സാധനമാണ് ഫ്രിഡ്ജ് എന്ന് പറയണം. നമുക്ക് അത് ഫുൾ ഐസാണ്, അതിനകത്ത് തണുപ്പാണ്. നമുക്ക് എന്ത് സാധനം വേണോ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന സ്ഥലമാണ് ഫ്രിഡ്ജ്. മനസ്സിലായ? അതിന്റെ സ്ഥലത്തേക്ക് നേരത്തെ കറവില്ലല്ലേ. ഞാൻ ഇന്നലെ തേച്ചപ്പോ നല്ല മണം കൊണ്ട് തന്നെ തന്നെ. ഈ തലയത്തേക്കണ എണ്ണയൊന്നും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടാ. തലയത്തേക്കണ എണ്ണ എടുത്ത് വെച്ചാൽ കാറൂലെന്ന്. വെട്ടണോ? അത് എണ്ണയൊക്കെ മുടി വെട്ടണോ? പിന്നെ ഇന്നാള് വരെയും പറഞ്ഞ നിങ്ങൾക്ക് മുടി വെട്ടണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഇനി വെട്ടണോ? ഉറപ്പിച്ചാ? അത് അന്വേഷിക്കണോടാ. എന്തെങ്കിലും കാര്യം പറഞ്ഞ് പെട്ടെന്ന് മുള്ളി കൊണ്ടേക്കുന്നു. അതറിഞ്ഞില്ലേ നിങ്ങൾ? അതറിഞ്ഞില്ലല്ലോ. ഒരു കോമഡി കിടന്ന് എനിക്കൊരു ഹോസ്പിറ്റലിൽ സർജറി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഹോസ്പിറ്റലായിരുന്നു.
അമ്മയാണ് ചോറ് കൊടുത്തത്. അതില് മീനിന്റെ മുള്ളുണ്ടായിരുന്നു. അമ്മച്ചി എടുത്ത് വിഴുങ്ങി കൊടുത്ത് തൊണ്ടേ കുരുങ്ങി. പിന്നെ ആ ഛർദില് തന്നെ ഒരു രക്ഷയില്ല. എന്ത് വെള്ളം കുടിച്ചാലും ഛർദിക്കുക. അങ്ങനെ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോ എന്ത് പഴം കഴിച്ച് ചോറ് എന്ത് നിന്നിട്ട് ഛർദില്ല. അവസാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഡോക്ടർ ആ അണ്ണാക്ക് വലിച്ചോർന്ന് കത്രിക ഇട്ട് മുള്ളെടുത്ത്. അതിനുശേഷം മീൻ കാണുമ്പോ പേടി. മീൻ കാണുമ്പോ ഓടും. മീൻ മാത്രമല്ല ചിക്കൻ കാണുമ്പോഴും ചിക്കൻ ഇന്നലെ മിനിഞ്ഞാന്ന് ചിക്കൻ വെച്ച് ഇത്ര നീളമുള്ള എല്ലുണ്ടായിരുന്നു കാലിന്റെ അവിടെ. അമ്മ മുള്ളെന്ന് ആ ചിക്കൻ എന്തിന്നില്ല. അയ്യോ ഒന്നും തിന്നണില്ല. അച്ഛാമ്മ ആംഗ്രി ആയി. അപ്പൊ നമ്മളെ വേലയിലൊന്നും ഇനി മിണ്ടായി വെള്ളം എടുത്ത് കളയാ. മിണ്ടായി വേണ അവരെടുത്തോണ്ട് വെച്ച വെള്ളമാണ്. മിണ്ടായി വേണേ അവർക്ക് നോവും. നോവണേല്ലേ ഇപ്പൊ നോയിക്കും. ഒരു സ്വഭാവം മാറുമ്പോഴാണ് ആംഗ്രി ആവും. എന്നെയും കൂടെ മീൻ പഠിപ്പിക്കും. പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടതൊന്നുമില്ല. കണ്ടു പഠിച്ചാൽ മതി. അമ്മയും കണ്ടൊക്കെ തന്നെ പഠിപ്പിച്ച. അമ്മ ആരും ഇരുത്തി ട്യൂഷൻ ക്ലാസ്സിലൊന്നും ഇരുത്തിയല്ല പഠിപ്പിച്ചത്. എന്റെ ബുക്കത്ത് എന്താണ് കഴിക്കാനോ ടേസ്റ്റില്ല. സംഭവിക്കും. എന്റെ കാൽ കൂടുതൽ കണ്ട നഖം വെച്ച് ഈ വീട്ടിലുള്ള എല്ലാ രഞ്ജിനി ഹരിദാസ് ആണെന്ന് തോന്നുന്നു. ഒരു ന്യൂജൻ രഞ്ജിനി ഹരിദാസ് ആണ്. അവതരിപ്പിക്കൂ. ഞാൻ പറയുന്നത് തുണി പൊക്കണ്ട, തുണി താത്തിട്ട്. അപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ടം എന്താണെങ്കിൽ എന്റെ മുന്നിൽ തൊണ്ടേ കുഞ്ഞുമായി. ഓ, ആ ബുദ്ധിമുട്ടായിരുന്നു തൊണ്ടയെ കുരുങ്ങിയ മുള്ള്. മുള്ള് തൊണ്ടേ കുഞ്ഞിയ അമ്മയൊന്നും വായില്ല. മൈ ഗോഡ്. ഓക്കെ. പിന്നെ എങ്ങനെ എടുത്തു? എടുക്കാൻ സമയത്ത് താങ്കൾ കരഞ്ഞായിരുന്നു? താങ്കൾക്ക് എന്റെയാണ് എന്നെങ്കിൽ എന്റെ അങ്കന്റെ ചെവി അങ്കന്റെ ചെവി എനിക്ക് അമ്മാമ്മന്റെ അങ്കന്റെ ചെവി വീണത് മെഡിമിക്സാ. അതേ നിങ്ങൾ സ്ഥിരം കുളിക്കണ പച്ച കളർ അതായത് ഏത് വാങ്ങണ്ടേ? കുഞ്ഞി ഇഞ്ഞു മാറ്. കുഞ്ഞി ഇഞ്ഞു വാ. അച്ഛൻ പറയുന്ന അമ്മയ്ക്ക് വെള്ളം വേണം മക്കളെ. കുഞ്ഞി ആ വെള്ളം എടുക്കണ്ട, ഞാൻ വേറെ വെള്ളം തരാം. വാ, ഇതോടെ ആ പൈപ്പിൽ പോയി എടുത്തു. കുഴപ്പമില്ല. അല്ല, നിനക്ക് അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സൈക്കിളിൽ മൂടൊന്ന് തല്ലിയതേ ഉള്ളൂ. അവരെ ചിരി നോക്കിയാണ്. അല്ല, നിനക്കത് വേണം. ഞാൻ ആരോ ചോദിച്ച് അമ്മ വീണപ്പോ ചിരിച്ചെന്നപ്പോ മക്കള് വീണാ ചിരിക്കുമെന്ന്. ഇവിടെ ആര് വീണാലും നമ്മള് ചിരിക്കും. അല്ല, നിനക്ക് വേണം. എന്താന്നറിയോ? അല്ല, നിനക്കത് വേണം. കാര്യം എത്ര നേരം കൊണ്ട് അതിലിട്ട് അഭ്യാസം കാണിക്കുന്നു. ആ കൊച്ചിന്റെ സൈക്കിൾ എടുത്ത് ഇപ്പൊ ബാക്ക് പൊങ്ങിയല്ല ഞാൻ പറയണത്. അയ്യോ, എനിക്ക് വയ്യേ. വീഴുമ്പോ തനി എണീക്കണം കേട്ടോ, ആരും വരൂല ഇവിടെ. അത് ഈ കുടുംബത്തിലെ പ്രത്യേകതയാണ്. വീണാ തനി എണീക്കണം. തല്ലി അങ്ങോട്ട് മാറിയെന്ന് തടവ് ആരും തടവി തരൂല. മറ്റേ വീട്ടിലൊക്കെ ആണെങ്കിൽ വീണ ഓയിൻമെന്റ് ഒക്കെ ഇട്ട് 1.5 മാസം ഇവിടെ ആണെങ്കിൽ വീട് ഇവിടെയൊക്കെ ഒരഞ്ഞിട്ട് പോലും പിറ്റേ ദിവസം നിലവട്ട് അയച്ചു വിട്ട ഓയിനെ പോലെയാണ് ഇറങ്ങി ഓടുന്നത് കളിക്കാൻ. ഞാൻ ഒരിക്കലും പാമ്പറും കൊടുക്കൂല. പണ്ട് നമ്മള് വീണപ്പോ എന്താ നമ്മൾ അച്ഛനും അമ്മ ഓടി വന്ന് അയ്യോ എന്റെ മക്കള് വീണെന്ന് പറഞ്ഞാ ഇല്ലല്ല. ഞാനൊക്കെ നമുക്കവിടെ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിൽ കളിക്കാൻ പോയൊരു സമയമാകുമ്പോ വൃത്തിയും മുറിഞ്ഞിട്ടാണ് തിരിച്ചു വരണം. നന്നായിട്ട് മുറിയും. എന്നും ഇതുവരെ സൈക്കിളിൽ നിന്ന് വീണതും പിന്നെ ഒരയണതും ഒക്കെ എന്തുമാത്രം കളികളുണ്ടായിരുന്നു പണ്ട്. അതിക്കേടാ പണ്ട് എന്തുമാത്രം കളികളുണ്ട്. ഓ, എന്റെ പൊന്നു മക്കളെ, നീ ഒരു കൊലപാതകം ഉണ്ടാക്കാതെ നീ അങ്ങോട്ട് പോയാണേ. കിട്ടി അല്ല, അതല്ല മീനിന്റെ ബ്ലഡ്. അത് മനസ്സിലായി. മീനിന്റെ ബ്ലഡ് അല്ലാതെ മുറിവിലെ ബ്ലഡ് അല്ല. മീനിന്റെ ബ്ലഡ് കുറച്ചു നേരം പോകുമ്പോ കാലിൽ ഒട്ടിപ്പിടിച്ച ഞാൻ പറഞ്ഞില്ലേ. ഇല്ലമ്മ, ഇത് കറി വെക്കാൻ എടുക്കും. പക്ഷെ നിങ്ങളെ മോൻ ഇത് പൊരിക്കണതാണ് ഇഷ്ടം.
അത് കറി വെക്കണ്ട കേട്ടോ. ഏഹ് അതെനിക്ക് കറി വെക്കണ ഇത് ഇഷ്ടമല്ല. നിങ്ങളെ മോന് വേറെ വേണ്ട വേണ്ട കറി കറി വെക്കണ്ട. വെക്കണത് ഇഷ്ടമല്ല. അതെനിക്ക് അത്ര സുഖമില്ല. കളിമീന് കറി വെക്കും. കളിമീനെ പക്ഷെ എനിക്ക് കറി എനിക്ക് കറി വെക്കണതാണ് ഇഷ്ടം. ഇത് ചിലരെന്റെ തൊലി ഉരിക്കും കേട്ടോ. ഞാൻ തൊലിയൊന്നും ഉരിക്കൂല. എനിക്ക് തൊലിയാണ് ഇഷ്ടം. തൊലി വെച്ച് കഴിക്കുമ്പോഴാണ് ഒരു രുചി. കൊണ്ട് കളഞ്ഞിട്ട് വാ. ആ പട്ടിക്കുട്ടി എടാ കപ്പിന്റെ അടുത്താണ് പാട്ടിക്കുട്ടി. ഇനി അടുത്താണ് വെള്ളം ഒഴിക്കാൻ വേണം. തരൂല എടാ ഇനി കൊണ്ടുവാടാ. കൊണ്ടുവാ. ആ പെണ്ണിനെ വിടുവണ്ണേ. പെണ്ണിനെ വിട്ടാണ്. പിന്നെ ആ കപ്പ് കൊടുത്തോണ്ട് പോയോണ്ടാണ് അവളെ ചെറിഞ്ഞോണ്ടിരിക്കുന്നത്. അമ്മ അവളെ എന്തൊരു ചെയ്യട്ടെ അമ്മ. കൊച്ചു പിള്ളേർ അങ്ങനെയൊക്കെ തന്നെ അമ്മ. കൊച്ചു കുട്ടികൾ അങ്ങനെയൊക്കെ തന്നെ. നമ്മളെ ഇഷ്ടം പറയും പോലെ ഒരു കേൾക്കൂല. നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു അമ്മ? ഇങ്ങനെയുള്ള നിങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്ന സമയത്ത് നിങ്ങളെ മോനോട് എങ്ങനെയായിരുന്നു? അടിയോടടിയായിരുന്നു തന്നെ. നിങ്ങളെ മോനോ സ്നേഹിക്കുകയൊക്കെ ചെയ്യുമായിരുന്നാ? ഞാൻ എന്റെ മോനെ സ്നേഹിക്കുമായിരുന്നു. എങ്ങനെ സ്നേഹിക്കും? കമ്പുണ്ട്, പേരക്കമ്പുണ്ട്. ആർക്ക് പല്ലില്ല? ആർക്ക് പല്ലില്ല? എന്റെ പല്ലെല്ലാം അവര് തട്ടികളാക്കി. തന്നെ. നിങ്ങൾക്ക് നിങ്ങളെ മോന്റെ ദൂരാക്കിയാ? അതെന്ത് കാര്യം? അയ്യോ പല്ല് വരുന്നവരെ നിങ്ങൾ അടുപ്പിക്കുമായിരുന്നാ? പക്ഷെ അങ്ങനല്ലല്ലോ. പക്ഷെ അങ്ങനല്ലല്ലോ. നിങ്ങൾ നാളെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഫിക്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾ പാല് കൊടുത്തില്ലെന്നല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഉറക്കമ്മ. പാല് കൊടുക്കൂല? എങ്ങനെ അമ്മ നിങ്ങൾക്ക് കഴിഞ്ഞത്? നിങ്ങൾ പെറ്റ നിങ്ങളെ പപ്പ പാലകന് പാല് കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു ശോഭനെ? ആൺകുട്ടിയെ കൂടെ പെറ്റി വരും. ആൺകുട്ടിയും കൂടെ പിസ് വരും. ഇത് ആരോ പറഞ്ഞു. ഇന്നാള് ഈ വീട്ടില് അകത്ത് കയറാത്തേന് അമ്മ അകത്ത് കയറൂല പൂയാൻ നാളാണെന്ന് പറഞ്ഞപ്പം ആരോ പറഞ്ഞ് അമ്മയെ ആരോ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന്. അങ്ങനെ ഒന്നുമല്ല കേട്ടാ. ശോഭനയിൽ ഒരാള് അല്ലെങ്കിൽ ഇപ്പൊ അമ്മേരയിൽ ഒരാള് അമ്മ പറഞ്ഞ് പഠിപ്പിച്ച ശോഭന നീ നിന്റെ മോന്റെ വീടിനകത്ത് കയറിയാൽ നിനക്ക് പൂയ നാളാണ് നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന ആര് പറഞ്ഞാൽ അന്ന് ശോഭന തന്നെ പറയാൻ ആരിയ്ക്കുന്നു. അതേ അല്ലെങ്കിൽ തന്നെ ആര് പറഞ്ഞു കൊടുക്കായിരിക്കും. അല്പസ്വല്പമൊക്കെ മനുഷ്യര് വന്നു തുടങ്ങിയ. അതുകൊണ്ട് അങ്ങനെ അല്ല മറുപടിക്കല്ല ചോദിച്ചാ ഞാൻ പറഞ്ഞു. ആരോ പറഞ്ഞു അമ്മ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചോണ്ടാണ്. കാണുന്നവര് പല രീതിയിൽ പല മൈൻഡുള്ളവരാണ്. വിശ്വസിപ്പിച്ചൊന്നുമല്ല. അമ്മയുടെ മനസ്സിലൊരു തോന്നലുണ്ട്. ഇപ്പൊ കേറിയൊക്കെ ഉള്ളൂല എന്ന് അമ്മ വിചാരിച്ചാൽ അത് നമ്മൾ ആരും തിരുക്കാൻ പറ്റൂല. പണ്ട് പേരക്കട പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇല്ല അന്ന്. എപ്പോഴും പോവും ഓരോ പ്രശ്നങ്ങളുമായിട്ടേ. ഓരോരുത്തർക്ക് വരണ്ടിയേ. ഓരോരുത്തര് പരാതി കൊടുക്കാനായിട്ട് ഓടി അവിടെ പോകും. വേറെ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആരോ ഒരു പോലീസുകാരൻ അമ്മ നിങ്ങൾ അവിടെ കൊച്ചു നോക്കാം അങ്ങോട്ട് നോക്കമ്മ ഏതോ ഒരു കോൺസ്റ്റബിൾ ഏതോ ഒരു പോലീസുകാരൻ സ്ഥിരം ചെല്ലുമ്പോ അവർക്കൊരു തമാശയാണല്ലോ. അവർക്ക് ആ തമാശ തീർക്കാൻ വേണ്ടി അവരൊരു പോലീസുകാരൻ പറഞ്ഞു കൊടുത്ത് ഇവിടത്തെ CI നിങ്ങളുടെ SI നിങ്ങളുടെ ഷാജി എന്നാണ് പേരെന്നും അമ്മയുടെ കൊച്ചച്ഛനെന്നും വെറുതെ തമാശക്ക് അവരെല്ലാം കൂടെ കൂട്ടത്തോടെ പരിഹസിച്ച് പറഞ്ഞു കൊടുത്തു. പിന്നെ ഡെയിലി ആൾക്കാരുമായിട്ട് അടി ഇതായിരുന്നു. എന്റെ അച്ഛൻ കൊച്ചച്ഛൻ പേരക്കട സ്റ്റേഷനിലെ SI ആണ്. അതുകൊണ്ട് ഡെയിലി അവിടെ പോകും, കയറി ഇറങ്ങും, കാണാൻ പോണെന്നും പറഞ്ഞുകൊണ്ട്. അവർക്ക് അതൊരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നോക്കുമ്പോ എന്തിനാണ് ഇങ്ങനെ ഒരാൾ ചെല്ലുമ്പോ അവർക്കൊരു നേരം പോക്കല്ലേ. അവരെന്തെങ്കിലൊക്കെ ഇങ്ങനെ പറയുമ്പോ ആൾക്കാര് ഇവരിത് വിശ്വസിക്കും, പെട്ടെന്ന് വിശ്വസിക്കുമല്ലോ. അങ്ങനെ സ്ഥിരം പേരക്കട പോക്ക് തന്നെയായിരുന്നു. ഷാജി എന്ന് പറയുന്ന ഒരാള് കൊച്ചുണ്ടായിരുന്നു അമ്മ. അത് പിന്നെയാണ് ഞാൻ വന്നിട്ട് ഒരു കുറവുമില്ല. ഇത് എന്നാ സ്ഥിരം ഞാനുമായിട്ട് വഴക്കം അതിനാ. അവസാനം എങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് മാറ്റി. പിന്നെ പോകൂല. അതാര് പറഞ്ഞതമ്മ? ഏത് പോലീസുകാരൻ പറഞ്ഞത്? അവിടെ ചുമ്മാ ഇപ്പൊ സ്ഥിരമായിട്ട് ഒരാളെ അവർക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു നേരം പോക്ക് തമാശയായിട്ട് അങ്ങ് നേരം പോക്കായിട്ട്. പക്ഷെ ഇവർക്കത് ആഴത്തിലങ്ങ് പതിഞ്ഞു. അങ്ങനെ എത്ര നാള് ബുദ്ധിമുട്ടിയെന്നറിയും പിന്തിരിപ്പിക്കാൻ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല അവസാനം വഴക്കായിട്ടുണ്ട്. ഞാനൊരു എത്ര പ്രാവശ്യം
എന്നാ പറഞ്ഞാ മനസ്സിലാക്കൂ. അത് തന്നെ പറഞ്ഞാ ഉൾക്കൊള്ളൂല. അത് തന്നെ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം. എന്തിനമ്മ പരാതി പറയാൻ പോണ? എന്തിന് പരാതി പറയാൻ പോണ? ആർക്കെതിരെ പരാതി പറയാൻ പോണ? വെള്ളം കുടിക്കണേ. തന്നെ വെള്ളം കുടിക്കണേ അമ്മ. ആരമ്മ ശല്യം ചെയ്യണ? തന്നെ ഈ നാട്ടുകാരെല്ലാം നമുക്ക് ശല്യമായിരുന്നാ? പിന്നെ കിടക്കണക്കൂല, ഹോട്ടലൊക്കെ കല്ല് പറിക്കറിയും, ആ സീറ്റ് മണ്ടയൊക്കെ കല്ല് പറിക്കും. അന്നെ ഷീറ്റ് ഇല്ലായിരുന്നല്ല? സീറ്റിലായിരുന്നു, ഓടായിരുന്നു. ആ ഓടിന്റെ മണ്ടയിലൊക്കെ കല്ല് അത്രേ ഉള്ളത്. പേടിച്ചു പോലെ മേളിൽ ഞാൻ എടുത്ത് വെച്ചേനാ. പറ. മോളിലൊക്കെ കല്ല് പറിക്കറിയും. ഓടറിയും പൊട്ടി പിടിക്കും. പിന്നെ അതിട്ട് കിട്ടിയ ഇട്ടു ഉറക്കെ പറ, എനിക്കൊന്നും കേട്ടൂടാ. പൈസയില്ല, അരക്കിലോ ഉണ്ടാ ആരുമില്ല. എന്നിട്ട് എല്ലാരും പറ്റിക്കുവായിരുന്നാ? എല്ലാരും പറ്റിക്കുമായിരുന്നു. കണില്ല ആരും അവരെ പറ്റിക്കൂല. അതൊക്കെ അമ്മേരെ തോന്നലാണ്. ശോഭനെ പറ്റിക്ക എവിടെ ആരും ജനിച്ചില്ലായിരുന്നു അന്ന് ഇന്നും. അല്ലേ? തൊലി ഉരിക്കണം. ചില മീൻ ഉരിച്ചാലേ രുചി ഉണ്ടാവുള്ളൂ. നിങ്ങള് തൊലിയൊക്കെ ഉരിക്കുവായിരുന്നാ? തന്നെ ഉരിക്കുവായിരുന്നാ? ഒരു മീൻ തന്നെ അറക്കം അറിയാമോ? എന്തെങ്കിലും കാര്യം അവർ അറിയാം എന്ന് പറഞ്ഞ നീ കേട്ടിട്ടുണ്ടോ? തൊലി വിഷാദമായോ ശോഭനെ? വിഷാദമായോ? പഠിപ്പിച്ചില്ല? പിന്നെ എന്തിനു പഠിപ്പിച്ചതമ്മ? എങ്ങനെ തരും? അയ്യോ, അത് കാല് കഴുകി തരണതമ്മ. നിങ്ങളെ കാലിലേ അഴുക്കുള്ളോണ്ട് കഴുകി തരണം. അഴുക്കേ ചെളിയായോണ്ടേ കൊച്ചു അതെ കൊച്ചു കഴുകി തന്നില്ലേ? കൊച്ചിനോട് താങ്ക്സ് പറ. അങ്ങോട്ട് ഡാൻസ് എന്നല്ല, അങ്ങോട്ട്. കൊച്ചു കാല് കഴുകി തന്നത് വലിയൊരു പ്രശ്നം ഞാൻ സിമ്പിളായിട്ട് പരിഹരിച്ചു. ഉരിക്കണോ? ഇപ്പൊ തരാം. ഇത് കഴുക. ഞാൻ പണ്ടത്തെ അമ്മയാണ്, അപ്പൊ ഞാൻ ഇത് തേക്കാനായിട്ട് വിളിച്ചു. ഉരിക്കും. അങ്ങനെ എന്റെ മകൻ മീൻ ഉരിക്കാനായിട്ട് പോവുകയാണ്. എന്തായാലും വൈകുന്നേരം 4 മണിയാവും. അപ്പോഴത്തേക്ക് ഞാൻ ജോലിയൊക്കെ തീരും. അല്ല, ഒരിക്കാനും അരിയാനൊക്കെ പഠിക്കണമല്ലോ. അതെ, അതത്രേ ഉള്ളൂ. കൊള്ളാം, നല്ല രസം. വളർത്തിയിട്ട് ഉപയോഗമില്ലല്ലോ. തൊലിയാണോ ചതയാണോ ഒരിക്കണേന്നും കൂടെ ഒന്നും ആയില്ല, തുടങ്ങിയില്ല. എവിടം തൊട്ടൊന്നും അറിഞ്ഞുകൂടാ, കൺഫ്യൂഷനില്. 7 വെള്ളത്തിൽ കുളിച്ച് വൃത്തിയാവാതെ വീടിനകത്ത് അങ്ങനെ കയറിയ കേറുമ്പോ മീനാറ്റോ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല, അത് ഭയങ്കര ആവേശത്തോടെ എനിക്ക് കൊതിയാവുന്നമ്മ എന്ന് പറഞ്ഞല്ലേ, നീ ഇന്ന് ഉരിച്ചിട്ട് പോയാ മതി. കോൺസെൻട്രേഷൻ. തലയല്ലേ ടീച്ചർക്കല്ലേ പൊട്ടിയിരിക്കുന്നേ. അല്ല, മനസ്സിലായല്ല? ഇനി ഒന്ന് തരോ? ആ ഒരു മീനും കൂടെ ഉണ്ടായിരുന്നു, ഉരിച്ചിട്ട് പോണമായിരുന്നു, ജോലി എടുക്കണമായിരുന്നു. എന്തായിരുന്നു? തന്നാതി. തിന്നും പോലെ എളുപ്പമാണെന്ന് തിന്നും പോലെ എളുപ്പമാണോ കരുതി ഇത് മറ്റേ കറിയാക്കണേന്നാണ് കരുതിയ. ഉരിക്കാൻ വീട്ടിൽ പുതിയ വേലക്കാരി നിർത്തിയ പാത്രമൊക്കെ കഴുകണം. ഇത് എവിടുന്നാ ഈ സോപ്പ് കിട്ടിയ ഭഗവാനെ?
അവിടെ നിന്നാണ് കഴിക്കാം. എന്റെ ഭഗവാനേ ഏ ഏ എന്തോക്കളെ ഒപ്പിച്ചെടുത്ത്. ഞാൻ അച്ഛനെ പോലെയാണെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു 100 രൂപയ്ക്ക് മീൻ വാങ്ങിച്ച് വെട്ടാൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാ നാളെ രാവിലെ തീരും. അപ്പൊ അന്നത്തെ ഊണില്ല. ഇങ്ങോട്ട് എടുത്താണ്. ഇതാണ്ട് എടാ ഇങ്ങോട്ട് എടുക്കണം. എനിക്ക് വേറെ വേല ഉണ്ട് ചെറുക്ക. ഇങ്ങോട്ട് എടുക്ക്. ഞാൻ ഒഴിച്ചിട്ട് വരാം. ആ മീനങ്ങ് മറന്നാരെ അത് അത് തന്നെ. വേണ്ട. എടാ ഇങ്ങോട്ട് എടുക്കടാ. എടാ ഇങ്ങോട്ട് എടുക്കടാ. ഞാൻ ഇപ്പൊ മീൻ വെള്ളം എടുത്ത തലയെ കൊണ്ട് ഒഴിച്ചു തരും. തീരാറായി. ചെറുക്ക ഇങ്ങോട്ട് എടുക്കർക്കാ. വേണ്ട. എടാ എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് ചെറുക്ക. നീ പോയാണ് അങ്ങോട്ട്. താണ്ട അവൻ കളിച്ചോണ്ടിരുന്നതാണ്. ഇങ്ങനെ ഉരിച്ചെടുക്കാനാണ് അവൻ ഇത്രയും സമയം കിടന്ന്. എനിക്ക് നഖമില്ല. ഓ നഖം ഉണ്ടായിരുന്നെങ്കി ഇപ്പൊ അങ്ങ് ഉരിച്ചു കളഞ്ഞാ. ഓ നാളെ ഇതേപോലെ എനിക്ക് ഉം. ഒരു മീൻ തരണം. ഓ നാളെ സ്കൂളിൽ കൊണ്ടുവരാം. നാളെ ഉച്ചയ്ക്ക് വരുമല്ലോ. പൊതിഞ്ഞേട്ടി കൊണ്ടുവരാം. ഓ നാളെ ഉച്ചയ്ക്ക് നാളെ തൊട്ട് നിന്റെ ശല്യങ്ങളില്ലേ ഈ വീട്ടിൽ, അതറിയാമോ? സ്കൂളിലെ ഫ്രണ്ട്സിന് ശല്യം. ഓ എന്റെ അമ്മോ, ടീച്ചർമാരൊക്കെ സമ്മതിക്കണം. സത്യം പറയാം, എന്റെ അഭിപ്രായത്തില് ഈ നാഷണൽ അവാർഡും ഈ സ്റ്റേറ്റ് അവാർഡും അല്ലെങ്കിൽ ഈ ഓസ്കാറൊക്കെ കൊടുക്കേണ്ടത് ഈ ഗായകർക്കോ അഭിനേതാവിനോ ഒന്നുമല്ല, അങ്കണവാടി ടീച്ചർമാർക്കാണ്. ഓ എന്റെ അമ്മോ, ഒരു ദിവസം ഇവിടെ നിക്കുമ്പം അസഹനീയ. ഇന്നലെ ഇവ സൺഡേ ടീച്ചറിന് കൊട്ടേഷനൊക്കെ കൊടുത്തു. ആരെങ്കിലും കൊണ്ട് അടുപ്പിച്ചിട്ടാണെങ്കിൽ അങ്കൻവാടിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല. ഓ ഇനി ഇതിനെ വീട്ടിൽ നിർത്തി എന്റെ നല്ല കളവായി. അടുത്തത് അല്ല ഞാൻ അപ്പുറത്ത് കടയിൽ പോയി. കാക്കെടുക്കാൻ നോക്കിക്കോ. കാക്കെടുക്കല്ലേ. ആക്കിയെടുക്കില്ല, ഞാൻ എടുക്കും. എനിക്ക് പരു കിട്ടി. മീനെ നശിപ്പിക്കാടാ. അപ്പൊ ഇന്നത്തെ മീൻ വെട്ട് വിശേഷം അവസാനിച്ചു. ഇതുവരെ അവസാനിച്ചു. അടുത്ത വീഡിയോ ഇന്ന് തന്നെ കാണാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ. നീ ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? അടുത്ത വീഡിയോ ഇന്ന് തന്നെ. അമ്മ മോൻ്റെ കൂടെ പറയണം. പറ, എന്തിനു പറയണം? ഫോട്ടോ എടുത്തില്ല. ഫോട്ടോ എടുത്ത സംഭവം ഈ മൈക്ക് ഇവിടെ വെച്ചാലാണ് ഫോട്ടോ എടുക്കണെന്നാണ് അവർ വിചാരിച്ചേക്കണം. മൈക്ക് അവർക്ക് വയ്ക്കുന്നില്ല, അതുകൊണ്ട് ഫോട്ടോ എടുക്കണില്ല. പാവം ലേഡി ബക്കർ. മതി, അങ്ങോട്ട് വെച്ചാണ്.